നമ്മളിപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ 4 വർഷത്തെ കഠിനാധ്വാന ഫലമായി നമ്മൾ ഈ വരുന്ന 23-ാം തീയതി തിയേറ്ററിലേക്ക് എത്തിക്കുന്ന നമ്മുടെ നരിവേട്ട എന്നുള്ള സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട്, ടെക്നിക്കൽ ക്രൂവിലൊക്കെയുള്ള ആൾക്കാർ ഇനിയും വരാനുണ്ട്, പ്രിയംവദ വരാനുണ്ട്. അപ്പം നമുക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് 23-ാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്ന സിനിമയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളെ സമീപിക്കുന്നത്. ഈ സിനിമ 23-ന് തിയേറ്ററിലേക്ക് എത്തുന്ന വിവരം ജനങ്ങളിലേക്ക് അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈ സിനിമ അർഹിക്കുന്ന ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി അതിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. കൂടുതൽ ദൃശ്യമാധ്യമങ്ങളെയും പ്രിൻ്റഡ് മീഡിയയും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ 23-ാം തീയതിയാണ് നമ്മുടെ സിനിമ റിലീസ് ചെയ്യുന്നത് എന്ന് അറിയിക്കുക എന്നതാണ് ഇതിൻ്റെ ആദ്യമായ ഉദ്ദേശം. അപ്പോൾ നിങ്ങളുടെ സഹകരണം അത്തരം കാര്യങ്ങൾക്ക് നമ്മൾക്ക് പ്രചോദനമായി ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ സമയത്ത്. ബാക്കി കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം. അൻരാജ് പറഞ്ഞതുപോലെ ഈ സിനിമയെ പറ്റിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞതിനേക്കാൾ ഉപരി നമുക്ക് ഈ സിനിമയുടെ ആശയത്തെ പറ്റിയിട്ട് നമുക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇതിൻ്റെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടും ഇതിൽ അഭിനയിച്ചിട്ട് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഇനിയും കുറേ ഉണ്ട് പറയാനായിട്ട്. പക്ഷേ ഇതിൻ്റെ ആശയം, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. അപ്പോൾ ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് വേർഡ് ഓഫ് മൗത്ത് ആയിരിക്കും ഈ സിനിമയുടെ ഏറ്റവും നല്ല പ്രൊമോഷൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ 23-ാം തീയതി, മെയ് 23-ാം തീയതി ഞങ്ങളുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നുള്ളതും ആ സിനിമയുടെ ക്വാളിറ്റി ഒരു തരി പോലും കോംപ്രമൈസ്ഡ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജോലികളൊക്കെ കഴിഞ്ഞ് സെൻസറും കഴിഞ്ഞ് പടം ഇപ്പോൾ അപ്ലോഡിങ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് വേറെ അവകാശവാദങ്ങളോ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും നരിവേട്ട സിനിമയുടെ ടീം മുഴുവൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ് തിയേറ്ററുകളിലേക്ക് ഈ സിനിമ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ സിനിമയ്ക്ക് അർഹിക്കുന്ന ഒരു വിജയം പ്രേക്ഷകർ തന്നെ നേടിത്തരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഈ വരുന്ന 23-ാം തീയതി നരിവേട്ട വരുവാണ്. ഫിസിക്കലിയും മെൻ്റലിയും കുറേ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തൊരു വർക്കാണ്. ഇതിൽ എൻ്റെ മാത്രമല്ല, ഇതിൽ നമ്മുടെ കൂടെ അഭിനയിച്ച ട്രൈബിലെ ചേട്ടന്മാരും ചേച്ചിമാരാണെങ്കിൽ പോലും അവരും വളരെയധികം എഫേർട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ മൂവി നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മൂവി കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഹായ്, ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. മെയ് 23-ന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് നെസസറി ആയിട്ടുള്ളൊരു ഫിലിമാണ്. ആൻഡ് ഇത്രയും അടിപൊളി ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ ഭാഗമാവാൻ പറ്റിയത് എന്നെപ്പോലൊരു ആക്ടർക്ക് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. സോ നിങ്ങളെപ്പോലും ഞാനും ഭയങ്കരമായിട്ടധികം വെയിറ്റിംഗ് ആണ് ഫോർ മെയ് 23. നരിവേട്ട എനിക്ക് തോന്നുന്നു ഹലോ ഇപ്പോൾ ഉള്ളതിനൊക്കെ കൂടുതൽ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചർച്ച ചെയ്യാൻ പോകുന്നൊരു സിനിമയായിരിക്കും. ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്തതാണെങ്കിൽ അനുരാജിൻ്റെ 6 കൊല്ലത്തിന് ശേഷമുള്ളൊരു സിനിമയാണ്. ജെയ്ക്സ് വളരെ മനോഹരമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടാകും പടം കാണാൻ. അവൻ പടം കാണുമ്പോൾ അവനിരുന്ന് അറിയായിരുന്നു. സോ അപ്പോൾ ഞാൻ അതൊക്കെ നമുക്ക് എനിക്കൊക്കെ ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടുള്ളൊരു അനുഭവം, ഇങ്ങനെ ഒരാൾ റിവ്യൂ കണ്ടിട്ടിരുന്നു. സോ എല്ലാവരും പടം കാണും 23-ാം തീയതി. നമസ്കാരം. ഇത് ഈ സമയത്ത് നിർബന്ധമായിട്ടും ഇതൊരു കഥയും തിരക്കഥയും ഒക്കെ ആക്കിയിരിക്കുന്നത് അതൊരു ത്രില്ലിങ്ങായ സിനിമയായി മാറിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പം എല്ലാവരും സിനിമ കാണുകയും അതിനുശേഷം ചർച്ച ചെയ്യുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ബാവ. ഞാൻ ഈ ഫിലിമിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു.
ഞാൻ ഓൾമോസ്റ്റ് മോർ ദാൻ 100 ഫിലിംസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കുറച്ചധികം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത ഒരു പടമാണിത്. കാരണം നിങ്ങൾക്ക് പടം കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പും ഇതിൻ്റെ എന്താണ് കഥയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ. സോ തീർച്ചയായിട്ടും 23-ാം തീയതി എല്ലാവരും ഈ പടം കാണണം. ഞങ്ങളെല്ലാവരും ഒട്ടധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടത്തിൽ എല്ലാവരും. കുറേ അധികം നടന്നു പോകേണ്ട ലൊക്കേഷൻസും കുറേ അധികം വണ്ടി പോകാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കയറി പറ്റി സെറ്റ് ഇടുകയും അവിടെ നമ്മളെ പോലെ ആർട്ടിസ്റ്റ് ടൊവിയൊക്കെ അവിടെ എത്തിപ്പെടുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഇതൊരു കോൺട്രവേഴ്സി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് എ ഫീൽ ഗുഡ് മൂവി. നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു മൂവി ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രണവ് ടിയോഫൻ. മലയാളത്തിൽ ഇതെൻ്റെ 2ാമത്തെ മൂവിയാണ്. മെയ് 23 നരിവേട്ട റിലീസാവുന്നു. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ വളരെ എക്സൈറ്റഡോടുകൂടി തന്നെയാണ് ഞാനും നരിവേട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നരിവേട്ട എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഗോഡ്ഫുൾ ആൻഡ് ഗ്രേസ്ഫുൾ ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. കാരണം സിനിമയിൽ അഭിനയിക്കാൻ ഉള്ള ആഗ്രഹമായിട്ട് ഒരുപാട് വർഷങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നടന്നിട്ട് ഇന്ന് ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന മീഡിയയ്ക്ക് നിങ്ങൾക്കാണെങ്കിലും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത് ഒരാളുടെ മാത്രം സിനിമയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ബാവക്ക പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കിൽ അത്രയും പേരുടെ കഷ്ടപ്പാടുണ്ട്. കാരണം ടോയ് ചേട്ടനാണെങ്കിലും ചേരൻ സാറാണെങ്കിലും സുരാജ് സാറാണെങ്കിലും ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളവരെല്ലാവരും ലെജൻസാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അതിയായ സന്തോഷമാണ്. അതേപോലെ തന്നെ ഈ സിനിമ നിങ്ങൾക്ക് റിലീസായി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരാൾ മാത്രം എഫേർട്ട് എടുത്ത് വരുന്ന ഒരു ഔട്ടല്ല. ഇതൊരു മൊത്തം ടീമും ഈ സിനിമ നന്നായി വരണം എന്ന് വിചാരിച്ചുകൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലൊരു ഔട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ അതിയായ സന്തോഷമുണ്ട്. 23-ന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുന്നു. ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ബാവൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേയൊക്കെ കാട്ടിനകത്തൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാവൊക്കെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഏറ്റവും അങ്ങനെ വി ആർ ലുക്കിംഗ് അപ് ടു ഹിം. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ ഷൂട്ടിന് വരുന്ന സമയത്ത് അപ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ബാവൊക്കെ വീടും കല്ലിൽ വഴിക്ക് വീടും മുറിവുണ്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് ചോദിക്കണം, എന്നിട്ട് എവിടെയാണ് ആശുപത്രി കൊണ്ടുപോയിക്കണോ, എവിടെയാണ്? ഇല്ല ദേ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ആ മുറിവും എല്ലാം വെച്ചുകൊണ്ട് പുള്ളി അപ്പോഴും അവിടെ നിന്ന് പുള്ളിയുടെ കൂടെയുള്ള ആളുകളുമൊക്കെ ഉണ്ട് അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ കല്ലുകൾ പിടിച്ചിടുന്നു, അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളുടെ കൂട്ടത്തിൽ ഇതുപോലെ ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാർ വീക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ഷൂട്ടിൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളത് ഷൂട്ട് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബാവക്കയെ പോലെ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ആളുകൾ അങ്ങനെ കല്ല് പോലെ നിന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്കിത് വർക്ക് ചെയ്ത് എക്സോസ്റ്റഡ് ആയി പോയെന്നോ വേണ്ടായിരുന്നെന്നോ മതിയായെന്നോ തോന്നിയിട്ടില്ല. അതിന് കാരണം എല്ലാവരും ഒരു കൂട്ടമായിട്ട് നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു എനർജിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ സിനിമയിൽ ആവോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഭയങ്കര നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ സെറ്റപ്പിലുള്ള ഷൂട്ടൊക്കെ ഈ സിനിമയ്ക്ക് പല സമയത്തും ആവശ്യമായിട്ട് വന്നിരുന്നു. അതും ഈ പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങാനും പറഞ്ഞ സമയത്ത് തന്നെ തീരാനും ഇതിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഓരോ ജോലി ചെയ്ത ഓരോരുത്തരും അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഈ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ അവരോട് എല്ലാവരോടും നന്ദി പറയാനും കൂടെ വിനിയോഗിക്കുന്നു. താങ്ക് യു സോ മച്ച്.